തിരുച്ചെന്തൂർ മുരുകനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ നിലവിലുണ്ട്. തമിഴ്നാട്ടിൽ പ്രസിദ്ധമായ 4 ശൈവമഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മഠമാണ് തിരുപ്പനേന്തൽ മഠം. ഈ മഠം സ്ഥാപിച്ചയാളും തമിഴ് സാഹിത്യത്തിലെ സുപ്രസിദ്ധമായ കലിവൺപ, പിള്ളത്തമിഴ് മുതലായ കൃതികളുടെ കർത്താവുമാണ് ഈ കുമാരഗുരുവർ. ഇദ്ദേഹം ബാല്യത്തിലെ തന്നെ ഊമയായിരുന്നു. ഇതിന് പല പ്രതിവിധികളും നോക്കി നിരാശരായ മാതാപിതാക്കൾ കുട്ടിയെയും കൊണ്ട് തിരുച്ചെന്തൂരിലെത്തി 41 ദിവസം ഭജനം ആരംഭിച്ചു. ഭജനം 40 ദിവസം കഴിഞ്ഞിട്ടും കുട്ടിക്ക് യാതൊരു വ്യത്യാസവും ഉണ്ടായില്ല. ദുഃഖിതരായ മാതാപിതാക്കൾ ഭഗവാനും നമ്മളെ ഉപേക്ഷിച്ച സ്ഥിതിക്ക് 41-ാം ദിവസത്തെ ഭജനം കൂടി പൂർത്തിയാക്കിയിട്ട് 3 പേരും കൂടി സമുദ്രത്തിൽ ചാടി ആത്മഹത്യ ചെയ്യാമെന്ന് തീരുമാനിച്ചു. പതിവ് പോലെ ക്ഷേത്രത്തിൽ തന്നെ കിടന്നുറങ്ങിയ അവർ പിറ്റേ ദിവസം രാവിലെ കാണുന്ന കാഴ്ച അമ്പരപ്പിക്കുന്നതായിരുന്നു. 5 വയസ്സു മാത്രം പ്രായമുള്ള അവരുടെ ഊമയായ അരിമമകൻ ഭഗവാന്റെ മുൻപിൽ കൈകൂപ്പി നിന്നുകൊണ്ട് ഭഗവാനെപ്പറ്റി സ്തോത്രങ്ങൾ സ്വയം നിർമ്മിച്ചു പാടുന്നു. അന്ന് ആ കുട്ടി പാടിയ സ്തോത്രങ്ങളിൽ കലിവൺപ എന്ന കൃതിയിൽ ശൈവ സിദ്ധാന്തങ്ങൾ മുഴുവനും അടങ്ങിയിട്ടുണ്ടായിരുന്നു.